ഹലോ ഹായ്, ഞാൻ അസ്ന സക്കീർ, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. അതും മത്തനും ക്യാരറ്റും വെച്ചിട്ട് വേവിച്ചുടച്ചിട്ട് തേങ്ങാപ്പാലും ഫ്ലേവറും അതുപോലെ തന്നെ സാദാ പാലൊക്കെ ചേർത്തിട്ട് ബദാം കുതിർത്തരച്ചതും ചേർത്തിട്ടുള്ളൊരു പായസമാണ്. ക്യാരറ്റ് മത്തങ്ങ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് വേവിക്കാനുള്ളത്. പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ശർക്കര പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബദാം കുതിർത്തരച്ചത്, കാഷ്യൂ മൂപ്പിച്ച് ചേർക്കാൻ കാഷ്യൂ, കിസ്മിസ്, ബദാം. ഇത് തേങ്ങാപ്പാലാണ്, ഇത് പശുവിൻ പാൽ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഉണ്ട്. ആദ്യം തന്നെ ക്യാരറ്റും മത്തനും ഇത് കട്ട് ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പാല് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 2 or 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്താറിയതിന് ശേഷം ഈ മത്തങ്ങയും ക്യാരറ്റും നമുക്കൊന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അല്പം ശർക്കര എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നമ്മൾ നല്ല പശുവും പാലുണ്ട്, ഏകദേശം 2 കപ്പോളം വരും. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ശർക്കരയും പാലും നന്നായിട്ട് യോജിച്ച് ഒന്ന് കുറുകി വരണം. ഇതിൽ നിന്ന് 2-3 ക്യാരറ്റിൻ്റെ പീസ് മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ മാറ്റി വെക്കണം. ഇനി ഈ ബാക്കിയുള്ള ഈ ഒരു ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇനി ഈ പാത്രത്തിൽ നെയ്യ്, അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് ചൂടായി വന്നപ്പോൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. ഇനി ഈ നെയ്യിലോട്ട് തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി അല്പം കിസ്മിസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂം കിസ്മിസും ബദാമൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, അതും മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ നെയ്യ് ചൂടാക്കി വെച്ചതിലേക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഈ നെയ്യിലൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള പാലും ശർക്കരയും ഉള്ള പായസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളതാട്ടോ. മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി നല്ലതായിട്ട് ചുടുവെള്ളത്തിൽ വാട്ടിയെടുക്കാം. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുത്തി ഉടച്ച് മാവ് റെഡിയാക്കിയെടുക്കാം. ഈ പിടി ഉണ്ടാക്കിയത് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വേവിച്ചെടുക്കാം. വേവിച്ച് വെച്ച പിടി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള പാലും ശർക്കര മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി നേരത്തെ മത്തങ്ങ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അതിന് ശകലം കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെ ഈ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കുറച്ച് പാലും മിക്സ് ചെയ്തിട്ട് കുറുക്കി എടുക്കുന്നുണ്ട്. പായസത്തിൻ്റെ മിക്സിലേക്കും ചേർത്ത് കൊടുക്കും. ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി അല്പം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മത്തങ്ങ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. ഒരല്പം ഏലക്കാപ്പൊടി തൂക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് മത്തങ്ങയും ക്യാരറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ മിക്സ് നന്നായിട്ട് കുറുകി വന്നപ്പോൾ നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുത്ത് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പായസം ക്യാരറ്റ്, പിന്നെ മത്തൻ അല്ലേ? മത്തനും ബദാമും. കൊള്ളാലോ, മഹാബലി അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലേ? ഓ ഹാപ്പി അല്ലേ മഹാബലി. ഞാനിത് കഴിയില്ലാന്ന് വിചാരിച്ചിരുന്നു. ഞാൻ കൊണ്ടുവന്ന കുക്കർ വിസിൽ വന്നില്ല. കുക്കർ പുതിയതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണ. ചേച്ചി എന്നെ സഹായിച്ചുകൊണ്ട് എൻ്റെ കുക്കർ ഓരോ കുക്കറിൽ വിസിൽ വന്നു. യെസ്, വെരി ഗുഡ്. പ്രസന്റേഷൻ എല്ലാം നന്നായിട്ടുണ്ട്. ലുക്കിംഗ് നൈസ്. വിൽ ടേസ്റ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട്. ആയിക്കോട്ടെ. ഓക്കെ, ശരി, നടക്കട്ടെ.